ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുക. 5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അവലും 1 കപ്പ് തേങ്ങ ചിരവിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മുടെ ഇഡ്ഡലി മാവ് പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതാ നമ്മളിതിലേക്ക് വേറൊന്നും ഇനി ചേർക്കുന്നില്ല. ഉപ്പ്, അപ്പസോഡ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 7 മണിക്കൂർ ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവാണ് ഇത്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റോ അപ്പസോഡയോ ഒന്നും നമുക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഈ ഒരു മാവ് നന്നായിട്ട് അടങ്ങിപ്പോവാത്ത വിധത്തിൽ മെല്ലെ സാവകാശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് കടുക്, ഉഴുന്ന്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് എണ്ണയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതാ നമ്മളിത് ചുട്ടെടുക്കുന്നത് പാലപ്പച്ചട്ടിയിലാണ്. അപ്പോൾ അതിലേക്ക് പാലപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം അതിൻ്റെ നടുഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് തിരിച്ചിട്ടെടുക്കുമ്പോഴാണ് നമുക്കത് മുഴുവനായിട്ടും കുക്കായി കിട്ടുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മാവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺദോശയാണ് കേട്ടോ ഇത്. കടുക് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബൺദോശയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്